സിനിമാ രംഗത്ത് തുടരുമ്പോഴും കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് സജീവമാണ് സിനിമയിലെ സുന്ദരനായ വില്ലൻ എന്നറിയപ്പെടുന്ന നടൻ ദേവൻ. 2004 കേരള പീപ്പിൾ പാർട്ടി രൂപീകരിച്ച് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നു. 2021 തന്റെ പാർട്ടിയുമായി BJP-യിൽ ലയിക്കുകയായിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവരുമായി ഏറെ അടുപ്പം പുലർത്തുന്ന അദ്ദേഹം ഇപ്പോൾ BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. കേരളത്തിൽ BJP-യെ അകറ്റി നിർത്തുന്ന തരത്തിൽ ഒരു പ്രത്യേക അജണ്ട വെച്ച് പ്രവർത്തിക്കുകയാണ്. BJP ന്യൂനപക്ഷങ്ങൾക്കെതിരാണെന്ന് വരുത്തി തീർത്ത് അതിലൂടെ നേട്ടം കൊയ്യുകയാണെന്നും LDF-ഉം UDF-ഉം ചെയ്യുന്നതെന്നും ദേവൻ പറയുന്നു. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ വിലയിരുത്താൻ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ളവർ തയ്യാറാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ LDF സർക്കാരും ഇപ്പോഴത്തെ സർക്കാരും ശബരിമലയിലെ വിശ്വാസത്തെ തകർക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് ചെയ്യുന്നത്. അവിടെ എത്തുന്ന ഭക്തജനങ്ങൾ സുഗമമായി ദർശനം സാധ്യമാക്കേണ്ടതിന് പകരം ഭക്തജനങ്ങളുടെ വികാരത്തെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. സുരേഷ് ഗോപി വിജയിക്കുമെന്നാണ് പ്രതീക്ഷ. നിലവിലെ സാഹചര്യം അദ്ദേഹത്തിന് അനുകൂലമാണ്. നരേന്ദ്രമോദി പങ്കെടുത്ത സ്ത്രീ ശക്തി സംഗമം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിനായി പ്രചരണ രംഗത്തുണ്ടാകും. ഇത്തവണ താൻ തിരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാകില്ലെന്നും പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് തന്നാൽ കഴിയുന്ന പ്രവർത്തനം നടത്തുകയാണ് ലക്ഷ്യമെന്നും ദേവൻ കൂട്ടിച്ചേർത്തു. പക്ഷേ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയെ വളർത്താനുള്ള ഒരു അണ്ണാറക്കണ്ണനും തന്നാലായിരുന്നു എന്ന് ശ്രമിക്കുക. അതേപോലെ ഇവിടെ എൻ്റെ തീവ്രമായ ഒരു ശ്രമം ഉണ്ട്. ആ ശ്രമത്തിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. മതങ്ങൾ തമ്മിലുള്ളത്, ജാതികൾ തമ്മിൽ, ആ ജാതി വലിയ പ്രശ്നമാണ്. ഒരു പാലമാകും. പെരിയാർ വിഷയത്തിനേക്കാൾ മാരകമായ മറ്റൊരു വിഷയമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മതം ജാതി. മനസ്സിലായി? അപ്പോൾ ആ മതങ്ങൾ തമ്മിലുള്ള ഒരു സ്പർദ്ധയാണ്. ആ സ്പർദ്ധയല്ല, അതൊരു മാനിപ്പുലേറ്റഡ്, ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഈ മതങ്ങൾ തമ്മിൽ അടുപ്പിക്കുക എൻ്റെ ആദ്യത്തെ ദൗത്യം എന്നതാണ്. എൻ്റെ ഇപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ദൗത്യം എന്നത് ആദ്യം തന്നെ ഈ മതപരമായിട്ടുള്ള ഈ സംശയങ്ങളും തെറ്റിദ്ധാരണകളും മാറ്റിവെക്കണം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.